ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഓർക്കിഡ് റോസയാണേ. ഇത് കണ്ട നല്ല ഭംഗിയുള്ള കൊലകൊലയായിട്ട് പോകുന്ന ഓർക്കിഡ് റോസ്. ഓർക്കിഡ് പോലെയാണേ ഇത്. ഓരോ അടുക്കിൽ നിന്ന് നീണ്ട് ലാസ്റ്റ് മുട്ടെത്തുന്നത് വരെയും ഫ്ലവറായിരിക്കും. ഇല്ല, നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യും. 2 ആഴ്ചയോളം നിൽക്കും ഈ ഫ്ലവർ. പെട്ടെന്നൊന്നും പൊഴിഞ്ഞു പോകില്ല. നല്ല ഭംഗിയാണേ. മുള്ളൊന്നും ഇതിലില്ല. കൊച്ചു കുട്ടിയൊക്കെ പോലും ഇത് എന്ത് വേണമെങ്കിലും പൂവ് പറിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ഒരു മുള്ളു പോലും ഇല്ല. അങ്ങനത്തെ റോസയാണ്. നല്ല ഭംഗിയാണ്. പക്ഷേ ഈ റോസയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. മഴവെള്ളം വീണ പെട്ടെന്ന് ഈ റോസ് നശിച്ചു പോകുന്നുണ്ടേ. ഞാൻ 2 റോസ് ആദ്യം വാങ്ങിച്ച്, രണ്ടും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ കൊണ്ട് വെളിയിൽ വെച്ചിരുന്നു. മഴയും വെയിലും എല്ലാം കൊള്ളുന്നിടത്ത് തന്നെ ഇരുന്ന് എൻ്റെ റോസ തനിയെ പട്ടങ്ങ് പോയി. തനിയെ പോയി. അറിഞ്ഞുകൂടാ എന്താണ് കാരണമെന്ന്. പിന്നെ വീണ്ടും റോസ് വാങ്ങിച്ചിട്ട് ഞാൻ ഷെയ്ഡിൽ വെച്ച്, എന്നാൽ നന്നായിട്ട് വെയിൽ കൊള്ളുന്നിടവും മഴവെള്ളം നേരിട്ട് വീഴാത്ത സ്ഥലത്ത് വെച്ചപ്പോൾ എനിക്ക് ഈ ഓർക്കിഡ് റോസ് നന്നായിട്ട് പിടിച്ച് കിട്ടി. അതാണ് ഞാൻ കൂട്ടുകാരുമായിട്ടൊന്ന് പങ്കുവയ്ക്കണതേ. ഈ ഓർക്കിഡ് റോസ് ഉള്ളവരാരും മഴയത്ത് വയ്ക്കരുത്. മഴയത്തിരിക്കുമ്പോൾ അത് തനിയങ്ങ് ചീഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ നിറയെ ഫ്ലവറുണ്ട്. എപ്പോഴും നല്ല ഭംഗിക്ക് ഫ്ലവറുണ്ട്. ഞാൻ ഈ ഒരു റോസ് കൂടെ ഞാൻ വാങ്ങിച്ചത് പോട്ട് ചെയ്തിട്ടില്ല. ഒരെണ്ണം കൂടെ വാങ്ങിച്ച് റോസിൻ്റെ ഭംഗി കണ്ടിട്ട് കണ്ട നിറയെ പൂക്കും, കണ്ട നിറയെ മുട്ടുകളും വീണ്ടും ഉണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള റോസ് കണ്ട. ഇതിന് സാധാരണ NPK തന്നെ നമുക്ക് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാം. പിന്നെ സാഫ് ഒഴിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇതിൻ്റെ കൊമ്പൊക്കെ കുറേശ്ശെ ഒടിഞ്ഞൊടിഞ്ഞില്ലെങ്കിൽ പോവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സാഫുത്തിയൊന്ന് ഒഴിക്കണം. പിന്നെ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ ഈ ചട്ടിക്കരിക്കിനായിട്ടിട്ടാൽ അതും നല്ലതാണ്. നന്നായിട്ട് ഫ്ലവറാവും നല്ലിട്ട്. ഇത് വേനലാണ് ഈ റോസയ്ക്ക് നല്ലത്. മഴ പെയ്യുമ്പോൾ ഇതിനൊരു ഉഷാറിൽ ഇലയൊക്കെ പിടിച്ചിട്ട് ഒരു പുഷ്ടിയില്ലാതെ നിൽക്കും. ആദ്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, വെളിയിൽ വെച്ചുകൂടാമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ എൻ്റെ നിന്ന് പോയി. നല്ല വെയിൽ വേണം ഇതിന്. എത്ര വെയിൽ കിട്ടുമോ അത്രയും നല്ലത്. ഇത് വള്ളിയൊക്കെ കെട്ടിക്കൊടുത്ത് വള്ളിയായിട്ട് പോകാൻ, അല്ലെങ്കിൽ പൂവിടുമ്പം എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ച് ഊന്നിക്കൊടുത്ത് കെട്ടിക്കൊടുത്താൽ നന്നായിട്ട് നൂന്ന് നിൽക്കും. ഇല്ലെങ്കിൽ എപ്പോഴും ഈ ഫ്ലവർ താഴ്ന്ന് കിടക്കേ ഉള്ളൂ. ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ നല്ല ഭംഗി. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട, ഓർക്കിഡ് റോസിന് ഇഷ്ടപ്പെട്ട, പൂക്കളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കേ.